76-ാമത്തെ പേജിൽ അബൂ ശാമ റഹിമഹുല്ല മറ്റൊരു വിഷയം കൂടി നമുക്ക് വിവരിച്ചു തരുന്നു. അഥവാ കർമ്മശാസ്ത്രം അറിയുന്ന ഹദീസ് പണ്ഡിതന്മാരാണ് കർമ്മശാസ്ത്ര വിഷയങ്ങളിൽ അവഗാഹം നേടിയിട്ടില്ലാത്ത പണ്ഡിതന്മാരെക്കാളും നാം പരിഗണിക്കേണ്ടതും അവർക്കാണ് മുൻഗണന നൽകേണ്ടതും എന്ന ഗൗരവമേറിയ ഒരു വിഷയം കൂടി ഇവിടെ സൂചന നൽകുന്നു. അബൂ ശാമ റഹിമഹുല്ല അത്തരം വിഷയങ്ങളെ കുറിച്ചൊന്നും അറിയാത്ത ആളാണ് എന്ന നിലക്കാണ് നമ്മുടെ നാടുകളിലുള്ള ചില ആളുകൾ നേരത്തെ നാം വിശദീകരിച്ച പല വിഷയങ്ങളെ കുറിച്ചും അബൂ ശാമ റഹിമഹുല്ലാഹുവിന്റെ നിലപാടുകൾ വിവരിക്കുമ്പോൾ പ്രതികരിച്ചിട്ടുള്ളത് എന്നതും കൂടി ഇവിടെ സാന്ദർഭികമായി ഉണർത്തുന്നു. അപ്പോൾ ഹദീസ് പാണ്ഡിത്യവും കർമ്മശാസ്ത്ര വിഷയങ്ങളും ഫിഖ്ഹും രണ്ടിലും അവഗാഹം നേടിയ പണ്ഡിതന്മാരെ തന്നെയാണ് അബൂ ശാമ റഹിമഹുല്ല മേൽ വിവരിച്ച വിഷയങ്ങളിലൊക്കെ അവലംബിച്ചിട്ടുള്ളത് എന്നത് നമുക്ക് ഇതിൽ നിന്ന് തന്നെ വ്യക്തമാകുന്നതാണ്. വിവരമില്ലാത്ത ആളുകൾ ഇത്തരം വിഷയങ്ങളെ കുറിച്ച് ബോധമുണ്ടാകുന്നത് അവരവരുടെ ആഖിറത്തിന് നല്ലതാണ്. അതിന് ഒരു ഉദാഹരണവും ബഹുമാനപ്പെട്ടവർ ഇവിടെ ഉദ്ധരിക്കുന്നു. വഖിയ റഹിമഹുല്ല ഉദ്ധരിച്ച ഒരു വിഷയം, അഥവാ അബ്ദുല്ലാ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് അബൂ വാഇൽ റഹിമഹുല്ല മുഖേന അഅ്മശ് റഹിമഹുല്ല ഉദ്ധരിച്ച ഹദീസുകളെക്കാളും അബ്ദുല്ലാ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് സുഫിയാന മൻസൂരിൻ ഇബ്രാഹിം അൽഖമ എന്ന പരമ്പരയിലൂടെ ഉദ്ധരിച്ച ഹദീസുകൾക്കാണ് നബി വായിലിൻ അബ്ദുല്ലാഹി എന്ന പരമ്പരയിലൂടെ അഅ്മശ് റഹിമഹുല്ല ഉദ്ധരിച്ച ഹദീസുകളെക്കാളും പ്രാധാന്യം കൊടുക്കേണ്ടത്. കാരണം ബഹുമാനപ്പെട്ടവർ വിശദീകരിക്കുന്നു, രണ്ടാമത്തെ പരമ്പര ഫഖീഹിൻ എല്ലാം കർമ്മശാസ്ത്രം അറിയുന്ന ഹദീസ് പണ്ഡിതന്മാരാണ്. അവർക്കാണ് കേവലം ഹദീസ് മാത്രം പഠിച്ച പണ്ഡിതന്മാരെക്കാളും നാം പരിഗണന നൽകേണ്ടത് എന്ന് വിവരിക്കുന്നു. ശേഷം മറ്റൊരു വിഷയം, നേരത്തെ സൂചിപ്പിച്ച 5 ദിവസങ്ങളിൽ ഖുർആൻ കൂട്ടമായി ഓതുന്നതിനെ കുറിച്ചുള്ള പരാമർശത്തെ കുറിച്ച് അബൂ ശാമ റഹിമഹുല്ലാഹു അവിടുത്തെ നിലപാട് വ്യക്തമാക്കുന്നു. ഖുൽതു അലാ അന്ന ഖിറാഅത്തുൽ ഖുർആനി അലാ ഹാദിഹി സൂറത്തില്ലതി ഫഅലഹ ശൈഖു ബിദാരിൽ ഹദീസി കരിഹഹ മാലിക് ഇബ്നു അനസ് അൽ ഇമാം റഹിമഹുല്ലാഹു തആല. നേരത്തെ ആ മദ്രസയിൽ നടത്തപ്പെട്ട ഖുർആൻ പാരായണ ശൈലി ഇമാം മാലിക് റഹിമഹുല്ല വെറുത്ത ഒരു രൂപമാണ്. എന്താണ്? ദക്ര തർത്തൂശി റഹിമഹുല്ല ഫി കിതാബിൽ ഹവാദിസ്, അൽ ഹവാദിസ് എന്ന ഗ്രന്ഥത്തിൽ ഇമാം തർത്തൂശി റഹിമഹുല്ല പറഞ്ഞിട്ടുണ്ട്, ഖാല മാലിക്, ഇമാം മാലിക് റഹിമഹുല്ല പറഞ്ഞിട്ടുണ്ട്, ലാ യജ്തമിഉൽ ഖൗമു യഖറഊന ഫീ സൂറത്തിൻ വാഹിദത്തിൻ കമാ യഫ്അലുഹു അഹ്ലുൽ ഇസ്കന്ദരിയ. ഇസ്കന്ദരിയയിലെ ആളുകൾ ചെയ്യുന്നത് പോലെ കുറെ ആളുകൾ ഒരുമിച്ച് കൂടി ഒരേ സൂറത്ത് ഓതുക എന്ന പരിപാടി ഹാദാ മക്റൂഹ്, ഇത് വെറുക്കപ്പെടേണ്ട കാര്യമാണ്. വലാ യുഅജിബുന, അതൊരു നല്ല കാര്യമായി നമുക്ക് തോന്നുന്നില്ല. ലം യകുൻ ഹാദാ മിൻ അമലിൻ നാസി, ഇങ്ങനെ ഒരു പരിപാടി സഹാബത്തുൽ കിറാമിന്റെ കാലത്തുണ്ടായിരുന്നില്ല. ഹാദാ മക്റൂഹുൻ വ മുൻകറുൻ, ഇത് വെറുക്കപ്പെടേണ്ട എതിർക്കപ്പെടേണ്ട വിഷയമാകുന്നു. അപ്പോൾ കുറെ ആളുകൾ ഒരുമിച്ച് കൂടി ഒന്നിച്ച് നമ്മുടെ നാട്ടിൽ സംഘഗാനം അവതരിപ്പിക്കുന്നത് പോലെ ഒരു സംഘമായിട്ടുള്ള ഖുർആൻ ഓത്ത്, അത് പലപ്പോഴും നമ്മുടെ നാടുകളിലും നടക്കാറുണ്ട്. ആ പരിപാടിയെ ഇമാം മാലിക് റഹിമഹുല്ല വെറുത്തിരുന്നു. ഇമാം മാലിക് റഹിമഹുല്ല പറഞ്ഞു, ഫലൗ ഖറഅ വാഹിദു മിൻഹും ആയാത്ത്, അവരിൽ നിന്ന് ഒരാൾ കുറെ ആയത്ത് ഓതുകയും സുമ്മ ഖറഅൽ ആഖിറു അലാ ഇസ്രി സാഹിബിഹി, തൊട്ടടുത്ത ആയത്ത് മറ്റേയാളും അങ്ങനെ തുടർച്ചയായി ഓതുകയാണെങ്കിൽ വല്ലാഖിറു കദാലിക, പിന്നീട് അടുത്ത ആള് അങ്ങനെ ഓതാണെങ്കിൽ ലം യകും ബിദാലിക ബഅസ്, അതുകൊണ്ട് തകരാറില്ല. എന്നാൽ ഹൗലായി ബാദുഹും അലാ ബാദിൻ, ഈ കൂട്ടർ ഒന്നിച്ച് ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ ഒരേ സമയത്ത് ഒരേ ആയത്ത് തന്നെ കൂട്ടമായി ഓതുക എന്ന പരിപാടി അത് ഇസ്ലാമിന് അന്യമാകുന്നു. ഇങ്ങനെ ഒരു പരിപാടി, കൂട്ടവോത്ത് എന്ന് പറയുന്ന പരിപാടി സഹാബത്തുൽ കിറാമിന്റെ കാലത്ത് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഒന്നുകിൽ ഒരായത്ത് ഒരാൾ ഓതിയതിനു ശേഷം അതിന്റെ ബാക്കി അടുത്ത ആൾ ഓതുക, അല്ലെങ്കിൽ ഓരോരുത്തരും അർത്ഥം ചിന്തിച്ചുകൊണ്ട് സ്വന്തമായി ഓതുക എന്നതാണ് ഇസ്ലാമിക ശൈലി എന്ന വിഷയവും കൂടി അബൂ ശാമ റഹിമഹുല്ലാഹുവും തർത്തൂശി ഇമാമും ഇമാം മാലിക് റഹിമഹുല്ലാഹുവിന്റെ കലാമിനെ ഉദ്ധരിച്ചുകൊണ്ട് നമുക്ക് വിവരിച്ചു തരുന്നു. ഖുൽതു വല്ലദീ കരിഹ മാലിക് റഹിമഹുല്ലാഹു തആല മിൻ ദാലിക, ഇമാം മാലിക് റഹിമഹുല്ലാ ഈ വെറുത്ത വിഷയം മുവാഫിഖുൽ ലിമാ അഖ്റജഹുൽ ഹാഫിദ് അബുൽ ഖാസിം ഫി താരീഖിഹി വി ഇസ്നാദിഹി അൻ അബ്ദുല്ലാഹ് ഇബ്നുൽ അലാ ഇബ്നു സുബൈർ റബീഇ, അബ്ദുല്ലാഹ് ഇബ്നുൽ അലാ റഹിമഹുല്ലാഹുവിനെ തൊട്ട് ഇമാം അബുൽ ഖാസിം റഹിമഹുല്ല ഉദ്ധരിച്ച ഒരു സംഭവത്തിലൂടെ ഖാല സമീഅതു വഹാക ഇബ്നു അബ്ദുറഹ്മാൻ ഇബ്നു അസ്റബ്, വഹാക റഹിമഹുല്ല തുൻകിറു ഹാദിഹി മദാരിസ, ഇത്തരം പാഠശാലകളെ ഖുർആൻ ഓതാൻ അറിയുന്ന ആളുകൾ തന്നെ ഒന്നിച്ച് ഈ രൂപത്തിൽ
ഒരു സംഘഗാനം പോലെ ഖുർആൻ ഓതുന്ന ഈ പരിപാടിയെ ലഹാഖ് റളിയല്ലാഹു അൻഹു വിമർശിക്കാറുണ്ടായിരുന്നു. വയഖൂലു, എന്നിട്ട് ലഹാഖ് റഹിമഹുല്ലാ പറയും, മാ റഅയ്തു വലാ സമീഅതു, ഇങ്ങനെ ഒരു പരിപാടി മുൻഗാമികളിൽ നിന്ന് ഞാൻ കേൾക്കുകയോ കാണുകയോ ചെയ്തിട്ടില്ല. വഖദ് അദ്റക്തു അസ്ഹാബൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, സഹാബികളിൽ പലരെയും ഞാൻ കണ്ടിട്ടുണ്ട്, അവരാരും ഇങ്ങനെ ഒരു പരിപാടി നടത്തിയിട്ടില്ല. അപ്പോൾ സഹാബികൾ ചെയ്യാത്ത ഇത്തരം ഒരു പരിപാടികളെ നാം പ്രോത്സാഹിപ്പിക്കുന്നത് ഒരിക്കലും ശരിയല്ല എന്ന നിലപാടുകാരായിരുന്നു താബിഈങ്ങൾ ഉൾപ്പെടെയുള്ള ഇമാം മാലിക് റഹിമഹുല്ലാഹുവിനെ പോലെയുള്ള ആളുകളൊക്കെ എന്ന് പരലോക ചിന്തയുള്ള ആളുകളെ ഉണർത്തുന്നു. അല്ലാത്തവർക്ക് അവരവരുടെ വയറ്റിന്റെ കാര്യവും പോക്കറ്റിന്റെ കാര്യവും മാത്രം ആലോചിച്ച് നടക്കേണ്ടതായതുകൊണ്ട് അവർക്കിതൊന്നും പറഞ്ഞാൽ മനസ്സിലാകില്ല എന്ന കാര്യം സാന്ദർഭികമായി ഉണർത്തുന്നു. ഖാലൽ വലീദു സഅൽതു അൻ അബ്ദുല്ലാഹിബ്നുൽ ആല റഹിമഹുല്ലാഹിനോട് ഞാനൊരു ചോദിച്ചു. ഫഖാല, ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, കുന്നാ നുദരിസു ഫീ മജ്ലിസി യഹ്യ ഇബ്നുൽ ഹാരിസ് ഫീ മസ്ജിദി ദിമശ്ക് ഫീ ഖിലാഫത്തി യസീദ് ഇബ്നു അബ്ദുൽ മലിക്. യസീദ് ഇബ്നു അബ്ദുൽ മലിക്കിന്റെ കാലത്ത് ദമസ്കസിലെ പള്ളിയിൽ ഞങ്ങൾ യഹ്യ ഇബ്നുൽ ഹാരിസ് റഹിമഹുല്ലാഹിന്റെ ദർസിൽ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇത് ഖറജ അലൈന അമീറുൽ വഹാഖ് ഇബ്നു അബ്ദുറഹ്മാൻ ഇബ്നു അർസബ്, ഞങ്ങളുടെ ഭരണാധികാരിയായ വഹാഖ് റഹിമഹുല്ലാ ഞങ്ങളുടെ അടുക്കലേക്ക് വന്നു. ഫഅഖ്ബല അലൈന മുൻകറൻ ലിമാ നസ്നഉ, ഞങ്ങൾ ഈ കൂട്ട ഓത്ത് നടത്തുന്നതിനെ വിമർശിച്ചുകൊണ്ട് ഞങ്ങളിലേക്ക് വന്നു. ഫഖാല മാ ഹാദാ, നിങ്ങൾ എന്തെടുക്കുകയാണ്? വമാ അന്തും ബിഹി, നിങ്ങൾ എന്താണ് ഈ കാണിക്കുന്നത്? ഫഖുൽന, അപ്പൊ നമ്മൾ പറഞ്ഞു, നദ്റുസു കിതാബല്ലാഹി, ഞങ്ങൾ അള്ളാഹുവിന്റെ കിതാബ് ദർസ് നടത്തുകയാണ്. ഫഖാല, അപ്പോൾ ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, അത്തൂന കിതാബല്ലാഹി അസ്സ വജല്ല, നിങ്ങൾ അള്ളാഹുവിന്റെ കിതാബ് തന്നെയാണോ ദർസ് നടത്തുന്നത്? ഇന്ന ഹാദാ ലശൈഉൻ മാ റഅയ്തുഹു വലാ സമയതുഹു അന്നഹു കാന ഖബ്ലു, ഇങ്ങനെ ഒരു പരിപാടി മുൻകാലത്ത് ഉള്ളതായി ഞാൻ കേൾക്കുകയോ കാണുകയോ ചെയ്തിട്ടില്ല. ഇത് പറഞ്ഞുകൊണ്ട് വഹാഖ് റഹിമഹുല്ലാ സുമ്മ ദഖല ഖദറയിലേക്ക് പോയി. قال الحافظ ابو القاسم وقال ضحاك بن عبد الرحمن اميرا على دمشق في خلافه عمر بن عبد العزيز رحمه الله. ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹിമഹുല്ലാഹുവിന്റെ കാലത്ത് ദമസ്കസിലെ ഭരണാധികാരിയായിരുന്നു വഹാഖ് റഹിമഹുല്ലാ. അപ്പോൾ ആ കാലത്താണ് ഈ കാര്യങ്ങളൊക്കെ നടന്നിട്ടുള്ളത്. താബിഈങ്ങളായ മഹാന്മാരും അഇമ്മത്ത് മുജ്തഹിദുകളൊക്കെ വെറുത്ത ഒരു പരിപാടിയാണ് ഇങ്ങനെ ഈ കൂട്ട ഓത്ത് എന്നത്. ഒരിക്കൽ കൂടി ഉണർത്തുന്നു, അള്ളാഹു സത്യം മനസ്സിലാക്കി അവയുടെ പിന്നാലെ പോകാൻ മാത്രം നമുക്ക് തൗഫീഖ് വർദ്ധിപ്പിച്ചു തരട്ടെ. നാം എന്തെങ്കിലും ഒരു സൽക്കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അതിന് സഹാബത്തുൽ കിറാമിന്റെ മാതൃകയുണ്ടോ ഇല്ലയോ എന്ന് ചിന്തിക്കുന്നത് ഉഖ്റവിയായ പണ്ഡിതന്മാരുടെ ലക്ഷണമാണ് എന്നും, സഹാബികൾ ചെയ്തിട്ടുണ്ടോ എന്ന് നാം നോക്കേണ്ടതില്ല, അവർ ചെയ്തിട്ടില്ലെങ്കിലും നാം അത് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൽ പുതിയ പുതിയ ആരാധനാ കർമ്മങ്ങളും ശൈലികളും കൊണ്ടുവരുന്നത് ദുനിയാവിൻ്റെ പണ്ഡിതന്മാരുടെ സ്വഭാവമാണ് എന്നതും ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ചിന്തിക്കുന്നവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഇതിലെല്ലാം ധാരാളമുണ്ട്.